ഹലോ അസ്സാം വലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കുന്നത് അരി കുതിർത്തിട്ടല്ല, ഉഴുന്നും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പം തന്നെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും അരികൊക്കെ നന്നായിട്ട് മൊരിയിപ്പിച്ചിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ തേങ്ങയും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങയും അരിയും ഒന്നും ചേർക്കാണ്ട് നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചരി പൊടിപ്പിച്ചിട്ടുള്ള അരി ആയാലും ഏത് അരി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു അരിപ്പൊടിയാണെന്ന് മാത്രം. അപ്പോൾ അതാ 1/4 കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചോറ് നിങ്ങൾ ഏത് ചോറാണ് വെച്ചിട്ടുള്ളത് ആ ചോറ് ചേർത്താലും മതി. ഇപ്പോൾ മട്ടരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലെ വെള്ള ചോറാണെങ്കിൽ നമ്മുടെ ആ ഒരു പാലപ്പത്തിന് ഒരു വൈറ്റ് കളർ കിട്ടും, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1/2 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ, ഓവറായിട്ട് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ അരച്ച് വെക്കുമ്പോൾ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിത് ഇങ്ങനെ പുളിയുള്ള മാവായിട്ടൊന്നും അല്ലല്ലോ കിട്ടണ്ടേ. പാലപ്പം നമുക്കൊരു ചെറിയൊരു മധുരം പോലെയാണ് പാലപ്പം ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതൊക്കെ കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത അരിപ്പൊടിയുടെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്തു. വീണ്ടും ഞാനിത് 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് പകരം ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് കാണിച്ചത്. പകരം നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർക്കാനുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. സോറി, വെള്ളമല്ല, പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു മാവ് 2 ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിലെ പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിൽ തന്നെയാണ് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ, പൊടിയും ചോറും കൂടിയിട്ടുള്ളത്, അതും കൂടെ അതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ്. ഒത്തിരി ലൂസാവരുത്, ഒത്തിരി കട്ടിയും ആവരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു ബാറ്റർ കറക്റ്റായിട്ട് വരിക. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ 2ാം പ്രാവശ്യം അരച്ചൊഴിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ 2 ബാച്ചായിട്ടല്ലേ അരച്ചത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അരച്ചിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂറാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഇത്തിരി ചൂടുവെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി നല്ല സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അരമണിക്കൂറൊക്കെ സമയമുള്ളൂ എന്നെങ്കിൽ നമുക്കിതുപോലെ മുകളിലും നമ്മളിപ്പോൾ കുറച്ച് ചൂടുവെള്ളം വെച്ചില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗത്തില്ലേ ഒരു ഡവറയിലോ എന്തിനേലും ഇപ്പോൾ ഈ ഒരു പാത്രം മുകളിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ ഇതുപോലെ ചൂടുവെള്ളം ആക്കിയിട്ട് ഈ ഒരു ബാറ്ററിനെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1/2-3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാവ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് വെച്ചിട്ട് 1 മണിക്കൂർ തികച്ചായിട്ടില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒലിച്ചു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഒലിച്ചു പോയ സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഈ ഒരു തട്ടിലേക്ക് ഇറക്കി വെച്ചതാട്ടോ. ആദ്യം ഞാൻ നിലത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആദ്യത്തെ മാവ് പോയത് നിലത്താണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അതിലേക്കും ചെറുതായിട്ട് ഇങ്ങനെ ഉറ്റി ചാടിയിട്ടുള്ളൂ കേട്ടോ.
അപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് 2ാം പ്രാവശ്യം ഞാൻ വെച്ച് കൊടുത്ത തട്ടാണ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഉറ്റി വീണിട്ടുള്ളൂ. ആദ്യം വെച്ചത് നിലത്തായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാത്രം കാണുമ്പോൾ മനസ്സിലാവും അത് പൊങ്ങിപ്പോയതൊക്കെ. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ സമയമുള്ളൂന്നെങ്കിൽ നിങ്ങൾ അടിഭാഗത്തും ഇത്തിരി ചൂടുവെള്ളം വെച്ച് കൊടുത്താലും മതി കേട്ടോ. പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാലപ്പം ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ശേഷം അതിന് നമുക്ക് ആ ഒരു ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഒരു മാവ് ചുറ്റിച്ച് കൊടുത്ത് നല്ലോണം ഹോൾസ് വന്ന് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കൊരു പാലപ്പം കിട്ടുക. കണ്ട കംപ്ലീറ്റ് അത് ഹോൾസൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് മൂടി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടത് ആയിട്ടുണ്ട്. കണ്ടോ, അരികൊക്കെ കൊണ്ട് വിട്ട് പോകുന്നത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കിത് നല്ലോണം മൊരിയിപ്പിച്ചിട്ടാണ് താല്പര്യമെങ്കിൽ അരികൊക്കെ നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചിലത് കുറച്ച് ഞാൻ അങ്ങനെ വല്ലാണ്ട് മൊരിയിപ്പിക്കാണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാനിത് അടുത്തതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചുറ്റിച്ച് കൊടുക്കുക. നമ്മളിത് ചുറ്റിച്ചതിന് ശേഷം ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടോ. ഒരു വിധം ഹോൾസൊക്കെ കംപ്ലീറ്റ് വന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കണ്ട. ഇപ്പം കണ്ടല്ല, നമ്മുടെ 2ാമത്തതും ആയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് ഇത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു 6 മണിക്കൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ ഒരു 5 മണിക്കൊക്കെ ഇതുപോലെ അരച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒരു 6 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. കണ്ട, നമ്മൾ തേങ്ങ ഒന്നും ചേർക്കാതെ അരിയും ഉഴുന്നോ തേങ്ങയോ ഒന്നുമില്ല നമ്മുടെ ഈ ഒരു പാലപ്പത്തിൽ. നിങ്ങൾ കണ്ടല്ലോ, ചോറ് മാത്രം നമ്മൾ ചേർത്തത്. അത് വെച്ചിട്ട് നമുക്കിത് അടിപൊളിയായിട്ട് തന്നെ നല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പഞ്ഞി പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മൊരിപ്പിച്ചിട്ടും എടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. അതുപോലെ നമ്മൾ ഒത്തിരി റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാലപ്പ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.